നമസ്കാരം. ഈ ദിവസങ്ങളിലെ ഒരു പ്രധാന വാർത്ത വെനിസ്വലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ അമേരിക്ക കൈകാര്യം ചെയ്ത രീതിയാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ പിടികൂടി കടത്തിക്കൊണ്ടുപോയി മറ്റൊരു രാജ്യം അവിടെ ഭരണമാറ്റം ഉണ്ടാക്കുന്നു. വെനിസ്വലയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മളും വളരെ ആശങ്കയോടെ തന്നെയാണ് കാണുന്നത്. ആ രാജ്യത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് എന്താണോ ആവശ്യം അത് നടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെനിസ്വല പോലെ വലിയ തോതിൽ എണ്ണ നിക്ഷേപമുള്ള ഒരു രാജ്യത്ത് അതിന് അനുസരിച്ചിട്ടുള്ള ജീവിത നിലവാരം ആ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകാനും ജനങ്ങൾക്ക് സാധ്യമാകാനും ഒക്കെ ഉണ്ടോ, സാധ്യമാവുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയിൽ വരുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അതിലേക്കൊന്നുമല്ല കടക്കുന്നത്. നമ്മുടെ നാട്ടിലെ ചില അവസരവാദികൾ, അങ്ങനെയുള്ള ആളുകളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നിക്കോളാസ് മദുറോയെ പിടിച്ചുകൊണ്ടുപോയതിൻ്റെ തൊട്ടു പിന്നാലെ വലിയ പ്രതിഷേധമുണ്ടായിട്ടുള്ള ഒരു പ്രദേശം കേരളമാണ്. ഇന്ത്യയിൽ മറ്റൊരിടത്തും ഒന്നും കണ്ടില്ല. വെനിസ്വലയിൽ തന്നെ ജനങ്ങൾക്കിടയിൽ രണ്ട് പക്ഷമുണ്ട്. അമേരിക്കയുടെ നിലപാടിനെ സ്വാഗതം ചെയ്തവരുണ്ട്, എതിർക്കുന്നവരുമുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഡിഫിക്കാർക്ക് ഒറ്റപക്ഷമേ ഉള്ളൂ. അത് അമേരിക്കൻ സാമ്രാജ്യത്വം തുലയട്ടെ എന്നുള്ളതാണ്. പിണറായി സർക്കാർ അധികാരമേറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് DYFIക്കാർക്ക് ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കാനൊക്കെയുള്ളൊരു അവസരം കിട്ടുന്നത്. കുറച്ചു കാലം മുമ്പ് നമുക്ക് ഓർമ്മയുണ്ടാവും, ആമസോൺ കാർഡ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ച ശേഷം എല്ലാം അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. പറഞ്ഞു വന്നത്, വെനിസ്വലയും ഇന്ത്യയും തമ്മിൽ ഏതാണ്ട് 15,000 കിലോമീറ്റർ ദൂരമുണ്ട്. തൊട്ടടുത്ത്, ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം, ആ രാജ്യമാണ് ബംഗ്ലാദേശ്. കേരളത്തിൽ നിന്ന് കണക്കാക്കിയാൽ പോലും ഏതാണ്ട് 3000 കിലോമീറ്റർ വരുള്ളൂ. പക്ഷേ ചില ആളുകൾക്ക് 15,000 കിലോമീറ്റർ ദൂരെയുള്ളത് മാത്രം കാണും, 3000 കിലോമീറ്റർ ദൂരെയുള്ളത് കാണില്ല. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇടപെടുന്ന ഡിഫിക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ബംഗ്ലാദേശിൽ നടക്കുന്നത് നിങ്ങളൊന്നും അറിയുന്നില്ലേ, നിങ്ങളൊന്നും കാണുന്നില്ലേ എന്നാണ്. 1.5 വർഷം മുമ്പ് അവിടുത്തെ പ്രധാനമന്ത്രി രക്ഷപ്പെട്ടോടി ഇന്ത്യയിൽ അഭയം തേടി. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, ജമായത്തെ ഇസ്ലാമി ഭരണം പിടിച്ചതോടെയാണ് ഷെയ്ഖ് ഹസീനക്ക് നാട് വിട്ട് ഓടേണ്ടി വന്നത്. DYFIക്കാർ ജമായത്ത് ഭരണം തുളയട്ടെ എന്ന് വിളിച്ചതായിട്ട് ഞാൻ കേട്ടില്ല. അതുപോട്ടെ, നിലവിലെ ബംഗ്ലാദേശ് സർക്കാരിന് കീഴിൽ അവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുകയാണ്. ഒരു ഹിന്ദു യുവാവിനെ ഈ കഴിഞ്ഞ ദിവസമാണ് പച്ചക്ക് തീ കൊളുത്തിക്കൊന്നത്. DYFIക്കാർ ബംഗ്ലാദേശ് എംബസിക്ക് മുന്നിൽ പ്രതിഷേധിക്കാൻ പോയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ആമസോൺ കാർഡിനുള്ള വില പോലും DYFIക്കാർ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നൽകുന്നില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, 2024 ഓഗസ്റ്റിനും നവംബറിനും ഇടയിൽ, കഷ്ടിച്ച് 4 മാസം, അതിനിടയിൽ 84 ഹിന്ദുക്കളാണ് ബംഗ്ലാദേശിൽ വളരെ ഹീനമായിട്ട് കൊല ചെയ്യപ്പെട്ടത്. CPMന് സ്വാധീനമുണ്ട് എന്ന് ഇവർ അവകാശപ്പെടുന്ന ബംഗാൾ, ആ ബംഗാളിൻ്റെ തൊട്ടപ്പുറത്താണ് ബംഗ്ലാദേശ്. അവിടെയാണ് ഇതെല്ലാം നടന്നത്. കൽക്കത്തയിൽ പോലും CPMോ DYFIയോ ഹിന്ദുക്കളുടെ അവകാശം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു പ്രതിഷേധ പ്രകടനവും നടത്തിയതായിട്ട് ഞാൻ കേട്ടില്ല. കേരളത്തിൽ എന്തായാലും നമ്മൾ കണ്ടിട്ടേയില്ല. ഇസ്ലാമിക് സ്റ്റേറ്റിനെ പോലുള്ള കൊടും ഭീകര പ്രസ്ഥാനങ്ങളുടെ മാതൃക, ആ മാതൃകയിലാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരായിട്ട് ബംഗ്ലാദേശിൽ ആക്രമണിച്ചു വിടുന്നത്. 1970 ബംഗ്ലാദേശ് രൂപീകൃതമായപ്പോൾ ജനസംഖ്യയുടെ ഏതാണ്ട് 19% ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ അത് കേവലം 9% ചുരുങ്ങി. നേർപകുതിയേക്കാൾ കുറഞ്ഞു. ഇതിലൊന്നും നമ്മുടെ DYFI സഖാക്കൾക്ക് പ്രതിഷേധമില്ല. കാരണം ജമാഅത്തിൻ്റെ അതേ ലൈനാണ് അവരുടേത്. സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് വിശ്വസിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് ബംഗ്ലാദേശിൽ നടക്കുന്നത് കാണില്ല, വെനിസ്വലയിൽ നടക്കുന്നത് മാത്രം കാണും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജായിട്ടിടണം. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു.